ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പം മക്കൾക്ക് 3 പേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് വാങ്ങിയ സാധനങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഉള്ള ഐറ്റംസ് ഒന്നും നമ്മൾ ഈ വർഷം വാങ്ങിയിട്ടില്ല. അപ്പം കഴിഞ്ഞ പ്രാവശ്യം മോൾക്ക് ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു LKG-യിൽ. അപ്പം ആ ബാഗ് തന്നെയാണ് ഈ വർഷം UKG-യിൽ മോള് കൊണ്ടുപോകുന്നത്. അപ്പം നല്ലതുപോലെ അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് പഴയ ബാഗ് ഉണ്ടായിട്ട് ഞാൻ മേടിച്ചില്ല. മോക്ക് LKG-യിലെ ബാഗ് ഉണ്ടായിരുന്നല്ലേ? അത് ഉമ്മച്ചി എന്തോ ഇത് കഴുകി വൃത്തിയാക്കി എടുത്ത്. ആ ബാഗ് എന്ത് ഒന്ന് കാണിച്ചു കൊടുക്കും. ഇത് കഴിഞ്ഞ വർഷത്തെ ബാഗാട്ടോ. അപ്പം നല്ല വൃത്തിയായിട്ട് ഇതാ കഴുകി എടുത്തിട്ടുണ്ട്. ഇതാരാ ഇത്? ഈ ബാഗിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആരാ? ഇതാരാ? പിന്നെ നമ്മൾ മോക്ക് വാങ്ങിയിട്ടുള്ളത് ഇപ്രാവശ്യം ബോക്സ് അല്ല വാങ്ങിയത്, പൗച്ചാണ്. മോക്ക് ഇപ്രാവശ്യം ബോക്സ് വേണ്ട, എനിക്ക് പൗച്ച് മതി എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം ഈ ഒരു പൗച്ചാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വാട്ടർ ബോട്ടിൽ മക്കൾക്ക് 3 പേർക്കും പ്ലാസ്റ്റിക്കിൻ്റെ ആയിരുന്നു. അപ്പോൾ അത് 2-3 മാസം കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര സ്മെല്ലാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം മസ്റ്റായിട്ട് എനിക്ക് സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിൽ തന്നെ വാങ്ങണമെന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പുറത്ത് കടയിലൊക്കെ പോയി നോക്കുമ്പോഴത്തേക്ക് നല്ല റേറ്റാണ് ഈ സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിലിന്. അങ്ങനെ ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. നല്ല വാട്ടർ ബോട്ടിലാണ്. കുറേ റിവ്യൂ ഒക്കെ കണ്ടതിന് ശേഷമാണ് ഞാൻ വാങ്ങിയത്. അങ്ങനെ 3 പേർക്കും ഒരേപോലത്തെയാണ് വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ അകമൊക്കെ നല്ല സ്റ്റീലിൻ്റെ ഇതാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അടപ്പ് പ്ലാസ്റ്റിക്കാണ് വന്നേക്കുന്നത്. 3 പേർക്കും കളർ വ്യത്യാസത്തിൽ 3 എണ്ണമാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ നമ്മൾ എന്താ വാങ്ങിയേ? കുട ഏതാണ്ട് വിസിലൊക്കെ ഉള്ള കുടയാണ് വാങ്ങിയ, കാലം കുട. നമ്മൾ കുടയൊക്കെ വാങ്ങി. പിന്നെ ഇതെന്തുവാ? ടിഫിൻ ബോക്സ്. നമ്മൾ ഇത് സ്നാക്സ് കൊണ്ടുപോകാനായിട്ടാണ്. ഇതൊക്കെ മാറ്റിയിട്ട് സ്പൂണൊക്കെ ഉണ്ട് അല്ലേ? അപ്പം നമുക്ക് പാത്രമൊക്കെ സ്റ്റീൽ പാത്രം കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയതുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ടിഫിൻ ബോക്സ് മോക്ക് മാത്രം സ്നാക്സ് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം വാങ്ങിച്ച്. പിന്നെ മറൂസിന് മാത്രം മതിയായിരുന്നു കേട്ടോ ബുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടത്. പിന്നെ മക്കൾക്ക് 2 പേർക്കും ഫ്രീ ആണ്. മൂത്താൾ 8ലും രണ്ടാമത്തെ ആൾ 5th-ലുമാണ്. അപ്പം 5ാം ക്ലാസ്സിന് 8ാം ക്ലാസ്സിന് ഫ്രീ ബുക്ക്, ടെക്സ്റ്റ് ബുക്ക് മാത്രമാണ് ഫ്രീ. നോട്ട് ബുക്കൊക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കണം. അപ്പം നമ്മൾ ഏകദേശമൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി 2-3 എണ്ണമൊക്കെ പൊതിയാനുണ്ട്. പിന്നെ മോനിക്ക് ബാഗും കുടയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് മറ്റേ നമ്മുടെ ക്യാൻഡിമാൻ്റെ ബാഗാണ്. അപ്പം മോനിക്ക് ലാർജിൻ്റെതും മൂത്താക്ക് XL-ൻ്റെ വലിയ ബാഗുമാണ് വാങ്ങിയിട്ടുള്ളത്. കുട ജോൺസിൻ്റെ കുടയും വാങ്ങിയിട്ടുണ്ട്. നീ എന്താ പറയാനുള്ളത്? എന്തിയാ നോക്കട്ടെ. അടിപൊളിയാണല്ലോ. ഇതാരാ മേടിച്ചെന്നേ? ഉമ്മച്ചിയാ? റംസുമോൻ പൊതിയാനുള്ള ബുക്കുകളൊക്കെ പൊതിയാണ്. അപ്പം 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ലാസ്റ്റ് ടൈമിലാണ്. ഇപ്പം 2 ദിവസം ആയതേ ഉള്ളൂ കിട്ടിയിട്ട്. അങ്ങനെ ടെക്സ്റ്റ് ബുക്കും അവൻ്റെ പൊതിയാനുണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഏകദേശം പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു. റൈഹുമോൻ്റെ മാത്രമേ ഉള്ളായിരുന്നു ഇനി പൊതിയാൻ. 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റൊക്കെ മാറ്റമായതുകൊണ്ട് ലേറ്റായിട്ടാണ് ടെക്സ്റ്റ് ബുക്കൊക്കെ വന്നത്. അപ്പോൾ അവൻ്റെ നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കും കൂടെ പൊതിയാനുള്ളൂ. അപ്പോൾ ബാക്കിയെല്ലാം ഏകദേശം നമ്മൾ പൊതിഞ്ഞ് വെച്ച്. അപ്പം മോനും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ 2 പേരും കൂടാണ് പൊതിയുന്നത്. പിന്നെ മീഷോയിൽ നിന്ന് മക്കൾക്ക് ഇടാനായിട്ട് ഷൂ വാങ്ങിച്ചിട്ടുണ്ട്. ഇവർക്ക് സ്കൂൾ ഷൂ ഒന്നും നിർബന്ധമൊന്നുമില്ല. നമ്മൾ സ്റ്റേറ്റ് സിലബസ് ആയതുകൊണ്ട് തന്നെ പിന്നെ സാധാ ചെരുപ്പോ എന്ത് വേണമെങ്കിലും ഇടാം. പക്ഷേ ഞാൻ ഷൂ ഇതേപോലെ വാങ്ങിച്ചു കൊടുത്ത് എന്നിട്ട് ഷൂ ഇട്ടുകൊണ്ട് തന്നെയാണ് പോകുന്നത്. മോക്ക് പിന്നെ ഷൂ ഒന്നും വാങ്ങിക്കണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ഷൂ ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഉള്ള ഐറ്റംസ് ഒന്നും ഈ വർഷം നമ്മൾ വാങ്ങിയിട്ടില്ല. അപ്പോൾ മീഷോയിൽ നിന്ന് ഈ ഒരു കോംബോ പാക്കായിട്ടാണ് വാങ്ങിയത്. 500 സംതിങ്ങേ ഉള്ളായിരുന്നു ഇതിന് റേറ്റ്. അപ്പോൾ എങ്ങനെയായാലും ഇവർക്ക് കൂടിയതൊക്കെ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവർ ചീത്തയാക്കിക്കൊണ്ട് വരും. അപ്പോൾ ഇതാകുമ്പം വലിയ ഒന്ന് ചീത്തയായാലും അത്ര സങ്കടം വരില്ല. അതുകൊണ്ട് തന്നെ ഈ കുറഞ്ഞത് വാങ്ങിച്ച് കൊടുത്തത്. പിന്നെ എന്തായാലും വില കുറവാണെങ്കിലും നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള ഐറ്റമാണ്. അപ്പം 2 പേർക്കും ഒരേപോലത്തെ തന്നെയാണ് വാങ്ങിയത്. പിന്നെ അല്ലാതെ ഇടാനായിട്ട് മദ്രസയിലൊക്കെ ഇടാനായിട്ട് നല്ല മറ്റേ ക്രോക്സും
ഫ്ലിപ്പുമായിട്ടുള്ള അതും കോംബോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പെൻസിലുണ്ട്, റേസറുണ്ട്. ചുമ്മാ ഇങ്ങനെ പറഞ്ഞാൽ മതി. പെൻസിലുണ്ട്, റേസറുണ്ട്, കട്ടറുണ്ടൊക്കെ പറയുന്നു. എടുക്കാൻ പറ്റാത്തോണ്ടല്ലേ, ഇതിനകത്തുനിന്ന് എടുക്കാൻ പറ്റാത്തോണ്ടാ പറയുന്നത്. ചുമ്മാ അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി. പെൻസിലുണ്ട്, റൈസറുണ്ട്, എന്തോന്ന് കട്ടറുണ്ടെന്നൊക്കെ. അപ്പം ഞങ്ങൾ സ്കൂളിലേക്ക് വേണ്ടി ഇത്രയൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇനി ബാക്കി ബുക്കുകളൊക്കെ ഒന്ന് പൊതിഞ്ഞ് എല്ലാം സെറ്റാക്കി വെച്ചാൽ മാത്രം മതി. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട.